തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന രാജീവ് കുമാറിനെതിരെയുള്ള അഴിമതി ആരോപണം അതിശക്തമായി തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യമാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ 5 ഘട്ടങ്ങളിലായി ഉണ്ടായതാണ്. ഇത് പെട്ടെന്നുണ്ടായതല്ല എന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതുകൊണ്ടും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നത് തെളിവുകൾ ഓരോന്നും പുറത്തുവിട്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതി അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷമുള്ളത്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസായ BR ഗവായി ഈ വിഷയങ്ങളിലൊക്കെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ജ്ഞാനേഷ് കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം അംഗീകരിക്കുമോ എന്നുള്ള ഒരു ഭയം BJPക്ക് ഉണ്ടാവുന്നത്. പാർലമെൻറ്റ് 2023 കൊണ്ടുവന്ന നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലെ പാനൽ അംഗങ്ങളിൽ പ്രധാനമായും പ്രധാനമന്ത്രി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്നതിന് ഉപരിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരമാധികാരം ലഭിക്കുകയും പ്രതിപക്ഷ നേതാവ് അവിടെ പുറത്താവുകയും ചെയ്യുകയാണ്. അതിനു പകരമായി പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നുള്ള രീതിയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ വാക്കിന് അവിടെ അത്ര തന്നെ വിലയുണ്ടോ എന്നുള്ള ചോദ്യം വളരെ വ്യക്തമായി വരികയാണ്. കാരണം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അംഗങ്ങൾ അതിനോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ മേൽനോട്ടം, ഇതാണ് ഒരു ഐഡിയൽ പാനൽ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിലും മികച്ച ഒരു പാനലിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയില്ല. അതിനുശേഷമാണ് ഈ വിഷയത്തിൽ രാഷ്ട്രപതിയുടെയൊക്കെ ചില ഇടപെടലുകൾ ഉണ്ടാവുന്നത്. അമിത്ഷാ പോലെ ഒരു വ്യക്തി ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അംഗമായാലുള്ള സ്ഥിതി ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന രാജീവ് കുമാർ BJPക്ക് വേണ്ടി എന്തുമാത്രം വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പണമിടപാടുകൾ പരിശോധിച്ചാൽ മതിയെന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞൊരു കാര്യമാണ്. രാജീവ് കുമാറിനെ ചോദ്യം ചെയ്തേ മതിയാവുള്ളൂ. മഹാരാഷ്ട്രയിൽ 41 ലക്ഷം വോട്ടുകളാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും വർദ്ധിച്ചത്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ വർദ്ധിച്ച വോട്ടർമാരുടെ എണ്ണം കേവലം 31 ലക്ഷം വോട്ടുകൾ മാത്രമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വെറും 5 മാസം കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വർധനവുണ്ടായിരിക്കുന്നത് ഈ 5 കൊല്ലത്തെ വോട്ടർമാരുടെ വർധനവിനേക്കാൾ ഏതാണ്ട് 10 ലക്ഷത്തിലേറെ വോട്ടർമാരുടെ വർധനവാണ്. കള്ളക്കളി കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ. അമിത്ഷായെ പാനലിൽ നിന്നും നീക്കേണ്ടതിൻ്റെ അനിവാര്യത രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ മാറ്റം വരുത്തിയേ മതിയാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഒന്നും തന്നെ ജനാധിപത്യ രീതിയിലായിരിക്കുകയില്ല. അത് BJPക്ക് അനുകൂലമായി തന്നെ വരികയുള്ളൂ.